ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹ്മാനാദരവ് നിറഞ്ഞ ഗുരുനാഥന്മാരെ, വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മനുഷ്യ ചരിത്രത്തിൽ അനേകം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. വിമർശനങ്ങളുടെയും അപവാദങ്ങളുടെയും കൊടുങ്കാറ്റുകൾക്കിടയിൽ സത്യത്തിൻ്റെ വഴിയിൽ അചഞ്ചലനായി നിലകൊണ്ട മഹാപുരുഷനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ ജീവിതം ജയിച്ച വിമർശനങ്ങളെ കരുണയുടെയും ക്ഷമയുടെയും മഹത്തായ പാഠപുസ്തകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രാപിച്ച നിമിഷം മുതൽ തന്നെ പരിഹാസങ്ങളും എതിർപ്പുകളും തുടങ്ങി. കള്ളപ്രവാചകൻ, മാന്ത്രികൻ എന്നിങ്ങനെ പല പേരുകളിൽ അദ്ദേഹത്തെ അപമാനിച്ചു. സത്യസന്ദേശം പ്രചാരിച്ച ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവാചകത്വ പ്രതികാരത്തിൻ്റെ വഴി തുറന്നില്ല, മറിച്ച് ക്ഷമയുടെയും സഹനത്തിൻ്റെയും വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. മക്കയിലെ പീഡനങ്ങൾ നമുക്കറിയാം. അനുയായികളെ പീഡിപ്പിച്ചു, വഴികളിൽ മുള്ളുകൾ വിതറി കല്ലെറിഞ്ഞു സമൂഹ പരിഷ്കരണം ഏർപ്പെടുത്തിയപ്പോൾ കുട്ടികൾ പോലും അദ്ദേഹത്തിന് നേരെ കല്ലെറിഞ്ഞു. രക്തമൊഴുകിയ അവസ്ഥയിൽ പോലും അദ്ദേഹം പ്രാർത്ഥിച്ചത് ശാപത്തിനല്ല, മറിച്ച് അല്ലാഹുവേ, ഇവർക്ക് അറിവില്ലാത്തതിനാൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് വിമർശനങ്ങളെ അതിജയിച്ച പ്രവാചകന്റെ മഹത്വം. ഹിജ്റയ്ക്ക് ശേഷം മദീനയിലെ വിമർശനങ്ങൾ തുടർന്നു. കപടവിശ്വാസികളും ശത്രുക്കളും വ്യാജ പ്രചാരണങ്ങൾ നടത്തി. വ്യക്തമായ സ്വഭാവവും ഉത്തമമായ ആചാരവും കൊണ്ട് അദ്ദേഹം വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത് വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് ജീവിതം കൊണ്ടാണ്. മക്കയുടെ വിജയം സംഭവിച്ച അന്നേ ദിവസം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷമയുടെ ഉദാഹരണം കാണുക. വർഷങ്ങളോളം പീഡിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യാമായിരുന്ന അവസരത്തിൽ പോലും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ശിക്ഷയില്ല, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും വിമർശനങ്ങളെ നേരിടുമ്പോൾ പ്രതികാര ബുദ്ധിയോടെ സമീപിക്കുന്നു. എന്നാൽ നമ്മെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മറ്റൊരു വഴിയാണ്. ധൈര്യത്തിൻ്റെ വഴി, ക്ഷമയുടെ വഴി, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വഴി. വിമർശനങ്ങൾ സത്യത്തെ മായ്ച്ചു കളയില്ല, മറിച്ച് സത്യം കൂടുതൽ പ്രകാശിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ജീവിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ അതിവേഗ കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയയും വാർത്താമാധ്യമങ്ങളും വഴി ആശയങ്ങളും അഭിപ്രായങ്ങളും ലോകമാകെ പടരുന്നു. എന്നാൽ അതിനപ്പോൾ തന്നെ വിമർശനങ്ങളും അപവാദങ്ങളും വിദ്വേഷണങ്ങളും അതിവേഗം വ്യാപിക്കുന്ന കാലമാണ് ഇത്. ഈ സാഹചര്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നൽകുന്ന പാഠങ്ങൾ ഏറെ പ്രസക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സത്യത്തെ വളച്ചൊടിച്ച പ്രചാരണങ്ങൾ, വ്യത്യഹിത പരിഹാസം. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള വിമർശനങ്ങൾ വളരെ അപകടകരമാണ്. കാരണം വ്യക്തി എന്ന ലക്ഷ്യങ്ങളിലെത്തുന്ന ശക്തിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വളരെ നാം നീതിമാരാകുമ്പോൾ, കരുണയുള്ളവരാകുമ്പോൾ, സത്യസന്ധരാകുമ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മറുപടി അതുതന്നെയാണ്. വിദ്വേഷണങ്ങളെയും അപവാദങ്ങളെയും ഭയപ്പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലൂടെ പിന്തുടരാൻ റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.